ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം പലപ്പോഴായി മറന്നുപോകുന്ന ചിലത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം എന്താണ്? പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന ഞാനും നിങ്ങളും ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് പരിശുദ്ധ കുഞ്ഞാടിന്റെ കഴുത്തറക്കപ്പെട്ടതിന്റെ ഓർമ്മയായിട്ടാണ്. കുഞ്ഞാട് പിടഞ്ഞു വീണതിന്റെ ഓർമ്മയായിട്ടാണ് സഹോദരങ്ങളെ. ഇത്രയും വലിയ സമ്മാനം നമുക്ക് നൽകിയ ദൈവത്തോട് നമ്മൾ എത്രമാത്രം നന്ദി പറയുന്നുണ്ട്. ഇത്രമാത്രം അനുഗ്രഹം നമുക്ക് തന്ന ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അബ്യൂസിങ് എ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ. ഒരു സമ്മാനത്തെ നിന്ദിക്കുമ്പോൾ നാം നിന്ദിക്കുന്നത് സമ്മാനം തന്നവനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയ്ക്ക് ഞാനും നിങ്ങളും നേരം വൈകി വരുമ്പോഴും അലക്ഷ്യമായി നിൽക്കുമ്പോഴും നാം നിന്ദിക്കുന്നത് ഇത്രയും വലിയ സമ്മാനം നമുക്കൊരുക്കാനായി കുരിശിൽ പിടഞ്ഞു വീണ ഈശോയെയാണ്. പഴയ നിയമ ജനത്തിന് ലഭിക്കാത്തതും എന്നാൽ പുതിയ ജനമായ നമുക്ക് ലഭിച്ചതുമായ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന. അവന്റെ ശരീരവും രക്തവും. അവന്റെ ശരീരവും രക്തവും നമുക്ക് വാഗ്ദാനം ചെയ്യാൻ വേണ്ടി അവൻ സഹിച്ചത് ചില്ലറയല്ല. കാൽവരിയിൽ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നത് പരിശുദ്ധ കുർബാനയാവാനാണ്. വേശ്യകളുടെ സ്നേഹിതനെന്നും ഭ്രാന്തനെന്നും വിളിപ്പേര് കേൾക്കേണ്ടി വന്നത് പരിശുദ്ധ കുർബാനയാവാനാണ്. ഗത്സമേനിൽ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാക്കി മാറ്റി പ്രാർത്ഥിക്കേണ്ടി വന്നത് പരിശുദ്ധ കുർബാനയാവാനാണ്. ചാട്ടവാറടിയും മുൾമുടിയും പരിഹാസവും ഏൽക്കേണ്ടി വന്നത് പരിശുദ്ധ കുർബാനയാവാനാണ് സഹോദരങ്ങളെ. മരണതുല്യമായ വേദന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. മരണത്തെക്കാൾ വേദന സഹിച്ച് ഗാഗുൽത്ത മലയിലേക്ക് കുരിശും ചുമന്ന് ഈശോ കയറിയത് പരിശുദ്ധ കുർബാനയാവാനാണ്. കാൽവരിയിൽ പിടഞ്ഞു വീണത്, കാൽക്കരങ്ങൾ ബന്ധിക്കപ്പെട്ടത്, കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെട്ടത് പരിശുദ്ധ കുർബാനയാവാനാണ്. നിനക്ക് വേണ്ടിയാണ്. ചുടുചോര തുള്ളി തുള്ളിയായി വീഴ്ത്തിയത് നിന്റെ പാപങ്ങൾ മോചിപ്പിക്കാനാണ്. ഇത്രമാത്രം നമ്മെ സ്നേഹിക്കാൻ നാം എന്തു ചെയ്തു? എന്റെ കുരിശുകളല്ലേ അവൻ വഹിച്ചത്, എന്റെ പാപങ്ങളല്ലേ അവൻ വഹിച്ചത്. ഇത്രമാത്രം നമ്മെ സ്നേഹിക്കാൻ നാം എന്ത് ചെയ്തു സഹോദരങ്ങളെ? നാം ഓരോരുത്തരും നമ്മെ ആത്മപരിശോധന ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.